ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് ആക്ടറാണ്. ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ. പക്ഷെ എനിക്ക് അത്ര കഴിവൊന്നുമില്ല. ഉള്ളത് വെച്ച് ഞാൻ പണിയെടുത്തിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യം ആ ഒരു എക്സ്പ്രഷൻ വേണമെന്ന് എനിക്ക് തോന്നി. തണ്ണീർമത്തൻ എനിക്ക് കുറച്ചുകൂടെ ഒരു പൊയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ പോലെ തോന്നി, ഡയറക്റ്റ് ആയിട്ട് പറയുന്നതല്ലാതെ. പാലസ്തീൻ്റെ ഫ്ലാഗിൻ്റെ സ്റ്റിക്കർ തന്നിരുന്നു, വേണമെങ്കിൽ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ടീമിൽ ചിലർ അവരുടെ ഫോണിലൊക്കെ ഒട്ടിച്ചിട്ട് ആ റെഡ് കാർപ്പറ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇത് വിസിബിൾ ആയെന്നേ ഉള്ളൂ. 10 വർഷം അല്ലെങ്കിൽ 14 വർഷം മുമ്പുള്ള മലയാള സിനിമയിൽ ഒരു സൗന്ദര്യം കൂട്ടുക എന്ന് കോട്സിൽ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള മേക്കപ്പ് ഇടാതെ ഒന്നും ആക്ടേഴ്സ് നമ്മൾ കാണില്ലായിരുന്നു. ഒരു പ്രത്യേകതരം സ്കിൻ ടോണുകളും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോഴും നായികമാരായിട്ട് വരുന്നത്. അതും ഒരു സ്കിൻ ടോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമായിട്ടും അല്ല ഇരിക്കുന്നത്. ഒരു ജനത തന്നെ അതിന് ഇല്ലാത്ത പോലെ, ഇപ്പം PK റോസിനെ ആട്ടിപ്പായതിനു ശേഷം ഒരു ജനത അവിടെ ഇല്ല എന്ന് തോന്നും. അതെന്താ, അവർക്കൊന്നും അഭിനയിക്കാൻ അറിയില്ലേ? സ്ത്രീകളുടെ ഒരു ലോകം, അവരുടെ തമാശ, അങ്ങനെ കുറെ കാര്യം ഉണ്ടാവല്ലോ. ഇതൊക്കെ ഇവിടുത്തെ എഴുത്തുകാർ എഴുതുന്നില്ലേ? ഇതിലൊരു കിടിലം സ്ത്രീ കഥാപാത്രം ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ ഞാൻ ആ ജെൻഡറിൽ നിന്നുള്ള ആളായോണ്ടിരിക്കാം. പക്ഷേ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ട്രാൻസ് വുമൺ ഉണ്ട്, ട്രാൻസ് മാൻ ഉണ്ട്. നമ്മൾ ഒരുപാട് ജെൻഡേഴ്സ് ഉള്ള ഒരു ലോകമാണല്ലോ ഇത്. അവർക്കൊന്നും ഒരു കഥാപാത്രം എഴുതിയിട്ടില്ല. സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും ഒരു കഥാപാത്രം കിട്ടുന്നുണ്ട്. തോന്നിയിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കൊരു സാമ്പത്തിക ഭദ്രത ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ കുറേ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ആശയപരമായിട്ട് എനിക്ക് ബിരിയാണി മാത്രമൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 2 or 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എനിക്ക് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടായിരുന്നു. നാടകത്തിലാണെങ്കിലും അങ്ങനെ താല്പര്യമില്ലാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പൈസയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ലല്ലോ, അല്ലാത്തപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ. അത് നാടകത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല പൈസയെ കിട്ടിയിട്ടില്ല. ആകെപ്പാടെ 10 വർഷം നാടകം ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരിക്കൽ 1000 രൂപ കിട്ടിയത്. വരുന്നതെല്ലാം നമുക്ക് ഒരു ആശയവും യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഉള്ളതിൽ ഭേദം. പിന്നെ ഇത്തവണ ഒന്നും വന്നില്ല, ഇത് മാത്രമേ വന്നുള്ളൂ, എന്നാ പിന്നെ അത് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്രയും നാൾ വന്നത് ഒരു പ്ലാൻ ചെയ്ത് പോയത്? ഒരു പ്ലാനും ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണാം, അതാണ് എന്റെ പ്ലാൻ. ഇപ്പൊ തന്നെ ഇത്ര സംസാരിച്ചെന്നെ ക്ഷീണിച്ചു. വെൽക്കം കനി കുസൃതി. കനി, സ്വാഗതം. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാസ് പറയുകയാണ്. 4 സ്ത്രീകൾ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, മുന്നോട്ട് വരാനുള്ള ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനം കിട്ടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. എന്ത് തോന്നിയായിരുന്നു ആ ഒരു മൂമെന്റിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അനൗൺസ് ചെയ്ത മൊമെന്റ് ആണോ? അല്ല, ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുന്നു, നമ്മളിത് മൊത്തത്തിൽ ചർച്ചയാവുന്നു, ആ ഒരു അങ്ങനെയൊന്നും എത്തിയില്ല. ആ ഒരു മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ പായലിന് കിട്ടുന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും കിട്ടിയാൽ അത് ആക്ടറോ വേറെ എന്തെങ്കിലും പോവാതെ ഈ സിനിമയ്ക്ക് കിട്ടണം എന്നൊരു കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത് പായലാണ് അതിൻ്റെ നെടുംതൂൺ, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഏറ്റവും അർഹിക്കുന്ന അവാർഡ് ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഡയറക്ടറിന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേക്ക് കിട്ടിയാലും അതൊരു കുറച്ചും കൂടെ ഡിസേർവിങ് ആയിട്ട് എനിക്കൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പായലിന് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ് തോന്നിയത്. പക്ഷേ നമ്മൾ ആ സ്റ്റേജിലേക്ക് പായലാണ് നമ്മളെ കൂടെ വലിച്ചു കയറ്റിയത്. ശരിക്കും പറഞ്ഞാൽ പായൽ മാത്രം കയറേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ പായൽ നമ്മൾ ആക്ടേഴ്സിനെ കൂടെ, പ്രത്യേകിച്ച് അവിടെ ആക്ച്വലി ഹൃദു എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ആക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരും കയറിയപ്പോൾ അവൻ അങ്ങ് നിന്നു. അവൻ തന്നെ തീരുമാനിച്ച് നിന്നതാന്ന് പറഞ്ഞു എന്നോട്. എന്നുവെച്ചാൽ പെണ്ണുങ്ങൾ മാത്രം പോട്ടെ എന്ന് അവന് തോന്നിയെന്ന് തോന്നുന്നു. അത് അവൻ്റെ ഒരു മനസ്സ്. അപ്പം കയറുന്ന ആ സമയത്ത് അല്ലെങ്കിൽ പായലത് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ഇത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണെന്നുള്ളൊരു ആ ഒരു ഫീൽ. അത് ചിലപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പായലെടുത്തിട്ടുള്ള പണി ഓർക്കുമ്പോഴും ഇതുപോലെ ഒരു സിനിമ എടുക്കാനും അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനൊക്കെ എനിക്കറിയുന്ന പല പെൺകുട്ടികളും പല രീതിയിൽ അതിൻ്റെ ഫണ്ട് നോക്കുമ്പോഴും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടും അതില്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ കാണാതിരിക്കാറാണ് പലപ്പോഴും പതിവ്. ഇതുപോലെ എന്തെങ്കിലും കിട്ടുമ്പോൾ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് പായൽ ആ ഒരു ഗ്രാൻഡ് കണ്ടുപിടിക്കാനൊക്കെ നല്ല പണി എടുത്തിട്ടുണ്ടാവും. അതുപോലെ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഗ്രാൻഡ് കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പല സ്ത്രീകളും ഇന്ത്യയിലാണെങ്കിലും അതുപോലെ പല രാജ്യങ്ങളിലൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പലപ്പോഴും കിട്ടുന്നുണ്ടാവില്ല. അപ്പം അത് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന, ഇനി കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന അങ്ങനത്തെ സ്ത്രീകളെയും അങ്ങനെ അല്ലെങ്കിൽ മൊത്തത്തിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഉള്ളതാണ്, അങ്ങനത്തെ ഒരു ഫീൽ ഉറപ്പായിട്ടുണ്ടായി. നിങ്ങൾ 3 പേരും ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 പേരും ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമയെ 3 പേരും ഛായയും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഇല്ല എന്നുള്ള രീതിയിലാണ് അത് അവര് പറഞ്ഞത് തന്നെ. ഈ കാസ്റ്റിംഗിലേക്ക് നിങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ് ശരിക്കും? 7 വർഷം മുമ്പ് പായൽ എൻ്റെ ഏതൊക്കെയോ ഷോർട്ട് ഫിലിംസ് കണ്ടപ്പോൾ അതിൽ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് എന്നെ വിളിച്ചതാണ്. ഈ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഇതുപോലെയല്ല. 2 മലയാളി നഴ്സുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങളുള്ള ഒരു ഡ്രാഫ്റ്റ് ആയിരുന്നു അത്. എന്നിട്ട് അതിൽ ദിവ്യപ്രഭ ഇപ്പം ചെയ്ത ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അന്ന്, കാരണം അന്ന് എനിക്ക് 30 വയസ്സുള്ളൂ, അപ്പം അതിനേക്കാൾ ഒരു 25 വയസ്സുള്ള ചെയ്യാനൊക്കെ ആയിട്ടായിരുന്നു.
പായലിനും പിന്നെ ഞാൻ ആ ക്യാരക്ടർ ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഞാൻ അത് ചെയ്ത് കാണാനായിരുന്നു ആൾക്കും ഇഷ്ടം. പക്ഷേ അത് പിന്നെ ഇങ്ങനെ നീണ്ടുപോയി. പിന്നെ പായലിന് അവർ വേറെ ഡോക്യുമെൻ്ററി എടുക്കാൻ പോയി, ഞാൻ വേറെ അങ്ങനെ അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും മെസ്സേജ് അയക്കും, ഇത് പായൽ പറയും ചിലപ്പോൾ അടുത്ത വർഷം നടക്കുമായിരിക്കും. എന്നിട്ട് അതിങ്ങനെ നീണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഉണ്ടായതല്ല, 8 വർഷം മുമ്പ് ഉണ്ടായിട്ട് പോലും ഇത്രയും നാളെടുത്തു അവസാനം അത് എടുത്ത് വരാൻ. അപ്പം അത്രയും കാലം അവരുടെ മാറുകയാണ് ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ പായൽ പറഞ്ഞു, കഴിഞ്ഞ വർഷം വന്നിട്ട് പറഞ്ഞു, കനി അതിങ്ങനെ ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല ഈ പ്രായത്തിൽ. അപ്പം പായൽ പറഞ്ഞു, അതിനെ മറ്റേ ക്യാരക്ടർ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂ, കാരണം അതല്ലായിരുന്നു എനിക്ക് വേണ്ടി ആലോചിച്ചിരുന്നത്. അപ്പം ഞാനത് ദിവ്യയും അതാണ് ഓഡിഷൻ ചെയ്തത് ആദ്യം ആക്ച്വലി. ഇൻഫാക്ട് കുറേ പേര് ഓഡിഷൻ ചെയ്തു അത്. എന്നിട്ട് പായൽ രണ്ടാമതൊന്നും കൂടി എന്നെ വിളിച്ചു. ആ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ പായൽ പിന്നെ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ കൺഫേം ആയി. അത് കഴിഞ്ഞ് ദിവ്യയോട് ചോദിച്ചു, പായൽ മറ്റതും കൂടി ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കുന്നു. ആ ക്യാരക്ടറിനും പലരെയും ഓഡിഷൻ ചെയ്ത് ദിവ്യയും ഒരു 4-5 തവണ ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അവസാനമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അതിലെത്തിയത്. ഛായജി ഓഡിഷൻ ഒന്നും ഇല്ല. ഛായജി പറഞ്ഞു, എനിക്ക് ഓഡിഷൻ ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് ഛായജീനെ ഒരു ദിവസം പായൽ വിളിച്ചിട്ട് സംസാരിച്ച് പിന്നെ അതിങ്ങനെ സിങ്കായി അങ്ങനെയാണ് എത്തിയത്. ഈ അസിസിക്കയുടെ ഒരു കാസ്റ്റിംഗ് ഞാൻ എവിടെയോ കേട്ടു, കനിയാണത് റെഫർ ചെയ്തെന്ന് കേട്ടു. പായൽ ആക്ച്വലി ഇതിലിപ്പം ദിവ്യ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ഇപ്പം ഞാനാണ് ആദ്യം, ഛായജി കഴിഞ്ഞിട്ട് ഞാനെന്ന് തോന്നുന്നു കാസ്റ്റ് ചെയ്യപ്പെട്ടത്, കൺഫേം ആയത്. അപ്പം അതിൽ പിന്നെ വേറെ ആരൊക്കെ, അപ്പം ഞാനും ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ എനിക്ക് രസകരമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ അസിസൊക്കെ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ഡോക്ടർ മനോജ്. അപ്പോൾ അതിന് പലരെയും ഓഡിഷൻ ചെയ്യുമ്പോഴും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അസിസിക്കയുടെ കൂടെ മറ്റേ വഴക്ക് എന്ന് പറയുന്ന സിനിമയിൽ സനൽകുമാർ ശശിധരൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അന്ന് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് അസിസിക്കയെ പറ്റി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഒന്നും പ്രിപ്പയർ ചെയ്തൊന്നും വരാതെ പെട്ടെന്നാണ് സത്യം പറഞ്ഞ ആ സിനിമ വഴക്കിൽ അഭിനയിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ അഭിനയം അങ്ങോട്ട് ഒന്നും ശരിയാവാത്ത പോലെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അസിസിക്ക വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ആളത് പെട്ടെന്ന് മനസ്സിലാക്കി. എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ആളുടെ പെർഫോമൻസ് അടിപൊളി ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അതിലേക്ക് കയറാൻ വളരെ അനായാസമായിട്ട് കയറുന്ന ഒരാളെപ്പോൾ തോന്നി. അതെൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ പായലിനോട് പറഞ്ഞു, പായലും ആലോചിക്കണ പോലത്തെ ഒരു രൂപമൊക്കെ വേണമായിരുന്നു, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അപ്പോൾ അതുമായിട്ടും പിന്നെ അഭിനയിക്കണ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം നന്നായി ചെയ്യുന്നു തോന്നിയപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു. എന്നിട്ട് പായൽ എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അസിസിക്കെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്തു പായൽ ആ ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചെയ്തു, ഇത് കറക്റ്റാണ്, വേറെ ആരും നോക്കണ്ട, അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ്. എപ്പോഴെങ്കിലും തമാശക്ക് പറഞ്ഞിട്ടുണ്ടോ, കണ്ടാ ഞാനാണ് ചെയ്തത് ഇത്ര അവാർഡ് കിട്ടി, തമാശക്ക് എപ്പോഴെങ്കിലും ഞാനൊന്നും ചെയ്തു അങ്ങനെയില്ല. അല്ല, എനിക്ക് അസിസിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് ഇഷ്ടമുള്ള വളരെ അടിപൊളി ഒരു ആക്ടറാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നാളെ എന്ത് ചെയ്താലും ആരെങ്കിലും അത് ആളുടെ കഴിവിൻ്റെയാണ്, നമ്മളൊന്നും പറഞ്ഞിട്ടല്ല. ഈ ഒരു 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോവാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടുന്നു എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റിൽ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഗാണ് ഏറ്റവും ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വരാം കോസ്റ്റ്യൂം എന്ത് ധരിക്കണം, അല്ലെങ്കിൽ എന്ത് ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് സംസാരിക്കണം, ഈ നമുക്ക് ഈ ആദ്യമായിട്ട് നമ്മളൊരു പ്രസന്റേഷൻ എടുക്കാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലോ ഇങ്ങനെ ഒരു എന്ത് ഉടുപ്പിടണം എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ എന്തായാലും ജീവിതത്തിൽ ടെൻഷൻ ഇല്ല. എനിക്ക് ഇപ്പം നാടകം കളിക്കുന്ന ആളാണ്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പേടി വരും. അത് എത്ര റിഹേഴ്സൽ ചെയ്താലും പെർഫോം ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജ് ഫിയർ ഉണ്ട്. ക്യാമറയുടെ മുമ്പിലാണെങ്കിലും എല്ലാ സീനിലും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലതിന് അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദി ഡയലോഗ് പറയേണ്ട അവസരത്തിലൊക്കെ ഹിന്ദി അത്ര അറിയാത്തതുകൊണ്ട് ഒന്നേ ഡയലോഗൊക്കെ ഓർമ്മ വന്നാൽ മതി, അങ്ങനെയൊക്കെ വരും. പക്ഷെ എന്ത് ഉടുപ്പിടണം എന്ത് സംസാരിക്കണം എനിക്ക് ഒട്ടുമില്ല. ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഉടുപ്പ് ഒബ്വിയസ്ലി സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ പോയിട്ട് ഇടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചു. പക്ഷേ ലിറ്ററലി 10 മിനിറ്റ് കൂടുതൽ ഞാൻ ആലോചിച്ചിട്ടില്ല ഈ ഉടുപ്പ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ പോയപ്പോൾ ഞാൻ ഇട്ട ഒരു സാരി അതിൻ്റെ തുണി കണ്ടപ്പോൾ ഇതിൻ്റെ തുണി ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സാരി ഒരെണ്ണമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ തുണി അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോലും പെട്ടെന്നാണ്. എനിക്ക് അങ്ങനെ അതിന് ഒരുപാട് സമയം കഴിയാൻ എനിക്ക് പറ്റില്ല. നോർമലി എല്ലാവരും സെലക്ട് ചെയ്ത് വലിച്ചു വാരിയിട്ട് ഓർഡർ എടുക്കുന്ന സ്വഭാവമൊന്നുമല്ല. അങ്ങനെ എനിക്ക് ഒട്ടും പറ്റും. അല്ല, ഇപ്പം ഒരു ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അല്ലാതെ അത് എനിക്ക് അത്രയും പാഷൻ ഇല്ല ആ കാര്യത്തിൽ. പെട്ടെന്ന് ഞാൻ തീരുമാനിക്കും. ആ സാരി അങ്ങനെ പെട്ടെന്ന് എടുത്തത് അതായിരുന്നു ആദ്യം ഞാൻ റെഡ് കാർപ്പറ്റിൽ ഇടാൻ വിചാരിച്ചിരുന്നത്, ഒരു പച്ച സാരി. പക്ഷെ ഞാൻ ആ സാരിക്ക് മുമ്പേ ഞാൻ ഈ സോൾട്ട് സ്റ്റുഡിയോ ദിയയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്കൊരു പാലസ്തീൻ ഐക്യദാർഢ്യം ആ ഒരു എക്സ്പ്രഷൻ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് തണ്ണീർമത്തൻ എനിക്ക് കുറച്ചുകൂടെ ഒരു പൊയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ പോലെ തോന്നി, ഡയറക്റ്റായിട്ട് പറയുന്നതല്ലാതെ. ഡയറക്റ്റ് ആണത്, എന്നാലും ഒരു കുറച്ചും കൂടി രസകരമായിട്ട് തോന്നി അത്. അപ്പോൾ അതോ ഇനി ഗാസയുടെ മാപ്പ് എന്തെങ്കിലും നമുക്ക് പാലസ്തീൻ്റെ മാപ്പ് അങ്ങനെ ചെയ്താലോ, അങ്ങനെ ആലോചിച്ചു.
അങ്ങനെ പലതും ഞങ്ങളിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തിരുന്നു. ആ സമയത്ത് ഈ സാരിയുടെ കൂടെ അപ്പോൾ ഒരു ക്ലച്ച് ഇങ്ങനെ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് എല്ലാവരും ബാക്കി എനിക്ക് ഞാൻ വിചാരിച്ചു ആകെ ഒരു ഇതേ ഉള്ളൂ, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലിവരിങ്ങനെ പറഞ്ഞു റെഡ് കാർപ്പറ്റ്, പിന്നെന്താ ഫോട്ടോ കോള്, പിന്നെ എന്തെങ്കിലും വിൻ ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു 3 എണ്ണെങ്കിലും മിനിമം വേണം, പിന്നെന്തെങ്കിലും കോക്ടെയിൽ, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ ഉടുപ്പ് വേണം. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവരൊക്കെ റെഡ് കാർപ്പറ്റിന് ഇങ്ങനെ ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ അങ്ങനെയായിരുന്നു ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാരി ഞാൻ ആ ഇങ്ങനെ ഭയങ്കര കളർഫുൾ, ഞാനത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വേറൊരാളെ പോലെ നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ദിയാനെ പറഞ്ഞു എന്നാൽ ഒരു പ്ലെയിൻ ബേജ് പോലെ എടുക്കാം. അങ്ങനെ പെട്ടെന്ന് അതല്ലെന്ന് ഒരുപാട് സമയമൊന്നും ഇപ്പം തന്നെ ഇത്ര സംസാരിച്ചെന്നെ ക്ഷീണിച്ചു. ഈ ഉടുപ്പിനെ പറ്റിയിട്ട് ശരി ശരി അടുത്ത ചോദ്യം. പതാക നിരോധിച്ചപ്പം അതിന് എതിരായിട്ട് അവരുടെ നിറങ്ങളെല്ലാം വരുന്ന ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്തതാണ് തണ്ണിമത്തൻ. ഇപ്പം ഈ ഒരു ഐഡിയ വരാനുള്ള ഇത് വരുന്നു, ഇത് നമ്മളുടെ ഒരു പ്രതിഷേധം അവിടെ അറിയിക്കുന്നു. ഒന്ന് എത്ര വട്ടം ചിന്തിച്ചിരുന്നു ഇത് അങ്ങനെ ഇത്ര ഒരു ഫെസ്റ്റിവൽ ചെല്ലും നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു, അതോ ഒരു തീരുമാനം എടുക്കുന്നു അത് നടപ്പിലാക്കുന്നു എന്നാണോ, അതോ പലരോട് ഡിസ്കസ് ചെയ്തോ വേണോ വേണ്ടയോ ഒരു ആശങ്ക എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആരോടും ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. ആശങ്ക അങ്ങനെയല്ല, നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ മീറ്റിംഗ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ 2-3 ഉടുപ്പുകളുണ്ട് എന്നൊക്കെ പറയുന്ന ആ മീറ്റിങ്ങിൽ അവിടെ നിന്നൊരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവരാണ് പറയുന്നത്. അപ്പോൾ അവരോടത്ത് ഒരു ആക്ടർ ചോദിച്ചിരുന്നു എന്തെങ്കിലും പ്രോട്ടോക്കോൾ ഉണ്ടോ, നിയമങ്ങൾ. നമ്മൾ ചിലരിങ്ങനെ പറയും ഹീൽസ് ഇടണം അല്ലെങ്കിൽ ഗൗൺ ഇടണം, ടൈ ഇടണം, ഇങ്ങനെയൊക്കെ. അങ്ങനെ ചോദിച്ച സമയത്ത് അവർ വിചാരിച്ചു ഈ ചോദിച്ച ആക്ടർ എന്തോ ഒരു ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞു പൊതുവേ ഫെസ്റ്റിവൽ അത് എൻകറേജ് ചെയ്യാറില്ല, എന്തെങ്കിലും സമര കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻകറേജ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ആരോടും പറയുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞേനെ, ഞാൻ പറയുന്നില്ല എന്ന് വിചാരിക്കാൻ കാര്യം അപ്പോൾ ഇതുപോലെ അവർക്ക് ടെൻഷൻ ആവുമോ, അതായത് അവർക്ക് തോന്നുമോ ഇത് അങ്ങനെ. അപ്പോൾ ഞാൻ ആർക്കും ടെൻഷൻ കൊടുക്കണം, എൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അല്ലാണ്ട് ആശങ്ക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമതെന്ന് പറയുന്നത് ഇതൊരു പ്രതിരോധം അങ്ങനെയല്ല, അതൊരു നമ്മൾ എന്തായാലും ഞാൻ യുദ്ധത്തിനെതിരാണ്. അതിപ്പോൾ എവിടെ നടന്നാലും യുദ്ധത്തിന് ഞാൻ എതിരാണ്. എനിക്ക് ഒരിക്കലും യുദ്ധത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ പറ്റുന്നില്ല. അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും സമാധാന ചർച്ച ചെയ്ത് അതില്ലാതെ ആക്കണം എന്ന് തന്നെ ആലോചിക്കാൻ പറ്റുന്നു. അത് ലോകത്തെ എവിടെ നടന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കറിയാവുന്നതാണ് ഇവിടെ എത്രയോ നിരപരാധികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ മാത്രമല്ല, അവിടെ ഇപ്പം വന്ന പല ആക്ടേഴ്സും ഈ ഐക്യദാർഢ്യം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെയുള്ള ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരുപാട് പാലസ്തീനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കണ്ടിരുന്നു. അപ്പം അങ്ങനെ അവർക്കതൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതുമാത്രമല്ല, ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഐക്യദാർഢ്യം ആ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. മറ്റു പലരും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ വർക്കിംഗ് സ്പേസിലുള്ളതിന് ഒരു ജസ്റ്ററായിട്ടുള്ളൊരു ഇത് ചെയ്തിരുന്നു. പല സിനിമയുടെ ടീമുകൾ അവിടെ റെഡ് കാർപ്പറ്റ് വന്നപ്പോൾ. പിന്നെ ഫ്രാൻസിൽ തന്നെ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നതിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട വേതനം വേണ്ട രീതികൾ കൊടുക്കുന്നില്ല എന്നുള്ളതിനൊരു ബാഡ്ജ് അത് ആളുകൾ ധരിച്ചിരുന്നു. ഇതിനോടുള്ള അങ്ങനെ പല വന്ന ആൾക്കാരും പല ആർട്ടിസ്റ്റുകളും പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിൽ പലരും പലത് ചൂസ് ചെയ്യുന്നു. എല്ലാവരും ബേസിക്കലി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടും കാര്യങ്ങൾ സമാധാനപരമായിട്ടും ഉണ്ടാവണം എന്നുള്ള ഒരു കോസിൻ്റെ പുറത്ത് നിന്നിട്ടാണ് പല കാര്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതിലിപ്പം എനിക്കങ്ങനെ ഒരു ആശങ്ക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെയൊന്നുമില്ല. ഈ കനി പറഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എതിർപ്പ് കനിക്ക് കിട്ടിയ അവാർഡിനേക്കാൾ കൂടുതൽ ചർച്ചയാവുന്ന എപ്പോഴും തോന്നിയിരുന്നു. കാരണം ഏതൊരു ന്യൂസ് ബുള്ളറ്റിൻ്റെ നോക്കി കഴിഞ്ഞാലും തണ്ണിമത്തങ്ങയുടെ ഇതിലുള്ള ബാഗുമായി കനി കുസൃതി അവിടെ പോയി. ഫസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്നത് ഇതാണ് പ്രൊജക്ട്. അപ്പം പ്രതീക്ഷിച്ചു ഇത്രയും ഒരു നല്ല കാര്യമാണ് ചെയ്തത്, ഇത്രയും ശ്രദ്ധിക്കപ്പെടും. എനിക്ക് എപ്പോഴും ഒരുപാട് ഒരു കാര്യം ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു പൊതുവേ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇതായിരിക്കും. പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, പത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു പത്രത്തിലൊരു കാര്യം വരും നമുക്ക്, അല്ലാണ്ട് അതിൽ കൂടുതലൊരു കാര്യം ആഘോഷിക്കപ്പെടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആകുമ്പോൾ അത് ഷെയർ ചെയ്യും, വീണ്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പം ഞാൻ അതും കൊണ്ടുപോയി എന്നുള്ളൊരു രീതിയിൽ അതിനെ കാണിക്കുന്നതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപാട് പേര് അത് ഇവിടെ ആലോചിക്കുന്ന മനുഷ്യരാണ്. ലോകത്ത് ഒരുപാട് പേര് ആലോചിക്കുന്ന ഒരു കാര്യമാണ് അത്. അവിടെ ഉണ്ടായിരുന്ന പല ആർട്ടിസ്റ്റുകളും ചെയ്തൊരു കാര്യമാണ്, ഞാൻ മാത്രമല്ല. നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, കേറ്റ് ബ്ലാൻഷ് വന്ന പല ആർട്ടിസ്റ്റുകളും ഒരാൾ ഗൗൺ തന്നെ ധരിക്കുന്നു പതാകയുടെ, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ബാഡ്ജ് ധരിക്കുന്നു, ഒരു വേറൊരു മോഡൽ ഇങ്ങനെ എന്താ പറയുക പാലസ്തീൻ്റെ ഡ്രസ്സിൻ്റെ തന്നെ വേറെ, അങ്ങനെയൊക്കെ പല ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അത്രേ ഉള്ളൂ. അല്ലാതെ വൺ ഓഫ് ദ മെനി പീപ്പിൾ ഇങ്ങനെ വിചാരിക്കുന്ന
അങ്ങനെ അല്ലാണ്ട് അതിൽ കൂടുതൽ വെറുതെ അതിപ്പം ഇതുപോലെ ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പം ഞാൻ കൊണ്ടുപോയില്ല എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ പ്രീമിയറിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പാലസ്തീൻ സപ്പോർട്ടുമായിട്ട് ചെയ്യണം, നമ്മൾ ചെയ്തില്ലല്ലോ, പക്ഷെ നമ്മൾ റെഡി ആയില്ലല്ലോ അത് ചെയ്യാൻ എന്നാൽ അവർക്ക് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴും, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് വേറൊരു ടെൻഷൻ ആർക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ടീമായിട്ട് തന്നെ അത് ഉണ്ടല്ലോ എന്ന് ഞാൻ അപ്പം മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ആക്ച്വലി ഒരു സ്റ്റിക്കർ തന്നിരുന്നു. അവിടെ ഫ്രഞ്ച് പ്രൊഡ്യൂസേഴ്സ് പാലസ്തീൻ്റെ ഫ്ലാഗിൻ്റെ സ്റ്റിക്കർ തന്നിരുന്നു, വേണമെങ്കിൽ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ടീമിൽ ചിലർ അവരുടെ ഫോണിലൊക്കെ ഒട്ടിച്ചിട്ട് ആ റെഡ് കാർപ്പറ്റിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇത് വിസിബിൾ ആയെന്നേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ടീമിൻ്റെ കൂടെ തന്നെ സെയിം അനുഭവം ഉണ്ടായിരുന്നവരാണ് ആ ടീമിലുണ്ടായിരുന്നത് എല്ലാവരും. അത്രേ ഉള്ളൂ. അപ്പം ഞാനത് കാണിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. നല്ല കാര്യം, കനിയെങ്കിലും ഇത് ആലോചിച്ചല്ലോ. അങ്ങനെയാണ്. എനിക്ക് ഇത് തന്നെ ചർച്ച ചെയ്യാൻ റീസൺ മറ്റുള്ളവർ കാണിച്ച അവരുടെ രാജ്യത്താണ്, നമ്മൾക്ക് നമ്മളുടെ സ്വന്തം ഒരു ആക്ട്രസ് ആണ് ഇത്രയും ഒരു പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. അതുകൊണ്ടാണ് ഇത്രയും ചർച്ചയാവാനുള്ള. പക്ഷെ അവിടെയും ഒരുപാട് പേര് ഇപ്പം കനി അങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നുമല്ല, അവരിങ്ങനെ ഇവിടെ വന്ന ഒരു ആക്ട്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരും ഒരുപാട് പേര് സംസാരിച്ചു. അത് ഇവിടെയും അല്ല അവിടെയും ഉണ്ട്. പക്ഷെ എന്നെ പറ്റിയിട്ട് മാത്രമല്ല, അവരവിടെ വന്ന് അങ്ങനെ ചെയ്ത എല്ലാ ആക്ട്രസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടോ സംസാരിച്ചു. ഇപ്പോൾ കനി ഇപ്പോൾ ചെയ്ത സിനിമ ഉൾപ്പെടെ സമാന്തര സിനിമ, വഴക്കുൾപ്പെടെയാണ് സമാന്തര സിനിമകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പം വാണിജ്യപരമായിട്ടുള്ള സിനിമകളുണ്ട്, സമാന്തര സിനിമകളുണ്ട്. സമാന്തര സിനിമകൾ നമ്മളിപ്പം ഫെസ്റ്റിവൽസിന് ഭയങ്കരമായിട്ട് നമ്മൾ കയറി കാണും, അതിനൊരു സെപ്പറേറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പക്ഷെ എത്ര നല്ലതാണെങ്കിലും അതൊരു തിയേറ്ററിക്കൽ റിലീസായിട്ട് വരുമ്പോൾ പ്രേക്ഷകർ ഇത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? കാരണം എത്ര IFFK-യിൽ തിയേറ്ററിക്കൽ റിലീസായിട്ട് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെ ആ പ്രേക്ഷകർ അത്രയും നമ്മളിപ്പം എത്ര അഭിപ്രായം കിട്ടി, എത്ര ഒരു അംഗീകാരം കിട്ടിയ സിനിമയാണല്ലോ തിയേറ്റർ റിലീസ് ചെയ്യാൻ വേണ്ടി നിർമ്മാതാക്കൾ ഉൾപ്പെടെ പേടിക്കുന്ന സമയമാണ്. തിയേറ്റർ റിലീസിനുള്ള ഒരു സിനിമ അല്ലത്, നമുക്ക് ഫെസ്റ്റിവൽ റിലീസാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ മാറേണ്ട ഒരു സമയമല്ലേ? നമുക്ക് നിർബന്ധിച്ച് മാറ്റാൻ പറ്റുമോ ആൾക്കാരെ? നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. എനിക്കറിയണം, എനിക്ക് എന്തായാലും പറ്റില്ല. അതിനാണ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഈ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം എങ്ങനെ പറയാൻ പറ്റുക? ആളുകൾക്ക് കാണാൻ പറ്റുന്നതേ ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിപ്പോൾ കൊമേഴ്സ്യലി ഇറക്കാൻ തീരുമാനിച്ചൊരു സിനിമയാണെങ്കിലും പൊട്ടിപ്പോകാം ചില സമയത്ത്, അല്ലേ? എത്രയോ സിനിമകൾ പൊട്ടിപ്പോകാറുണ്ട്. നമ്മളത് ആളുകൾ കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആളുകൾ എടുക്കുന്നത്, പക്ഷേ കാണാൻ പറ്റാതായി പോകും. അതേസമയം സമാന്തരമായിട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലായിട്ടൊക്കെ ഇറങ്ങിയ ചില സിനിമകൾ തിയേറ്ററിൽ ഇറക്കാൻ വിചാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിജയിക്കാറുമുണ്ട്. നമ്മൾ വിശ്വസിക്കുക ഈ സിനിമ അത്യാവശ്യം അതിൻ്റെ മുതൽ മുടക്കിനേക്കാളും പൈസ കിട്ടിയല്ലോ, അത് ഒരു ചാൻസ് തന്നെയാണ് എപ്പോഴും. അത് പ്രൊഡ്യൂസേഴ്സിന് നമുക്ക് ഓൾറെഡി ചാൻസ് കുറവാണ് എന്ന് തോന്നുന്നൊരു സിനിമ ഇറക്കാൻ ഉറപ്പായിട്ടും പൈസ ഇറക്കിയ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് രസിച്ചില്ലെങ്കിൽ ആളുകൾ കാണില്ല. അതിപ്പം നമുക്ക് നിർബന്ധിപ്പിച്ച ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇത്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ലിമിറ്റഡ് ഓഡിയൻസ് ആണ് വരുന്നത്. ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അതിൻ്റെ എസ്തെറ്റിക്കലി സൗന്ദര്യശാസ്ത്രപരമായിട്ടോ അതിൻ്റെ അഭിനയ ശൈലിയോ എന്തിലെങ്കിലും വ്യത്യസ്തത പുലർത്തുന്ന, കഥയിലോ ഒക്കെ വ്യത്യസ്തത പുലർത്തുന്നതാണെങ്കിലും ആ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലാത്തതാണെങ്കിലും കാണാനുള്ള മനസ്സുള്ള മനുഷ്യരാണ് ആ ഫെസ്റ്റിവലിന് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നത്. അതിലും അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനൊരു ലിമിറ്റഡ് ഓഡിയൻസിൽ അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിരിക്കുന്നത്. അതൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അല്ലാതെ ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ്, ഒരു മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് ഇറക്കാനാണെങ്കിലും എന്താണെങ്കിലും, നമ്മൾ വാച്ചോ എന്ത് ഇറക്കാനാണെങ്കിലും അത് ഓടുമോ അത് വാങ്ങുമോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് നടത്തി എല്ലാം ഉറപ്പായിട്ടല്ലേ ഏതൊരു ബിസിനസ്സിൻ്റെ ആൾക്കാരെല്ലാം ഇറക്കുള്ളൂ. അതുപോലെ തന്നെയാണ് സിനിമയും ഒരു കച്ചവടപരമായ ഒരു മൂല്യവും എല്ലാം ഉണ്ട്. അതിന് ഒരുപാട് പൈസ ചിലവാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡ്യൂസറിന് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ ഇറക്കാൻ പറ്റൂ. പല കൊമേഴ്സ്യൽ സിനിമകളും എടുത്തിട്ട് ഇത് ഇറക്കിയാൽ എന്തായാലും ഇതിനേക്കാളും നഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതെയൊക്കെ ഉള്ള അവസ്ഥകൾ വരാറില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് എന്തുകൊണ്ടാണെന്നൊന്നും ആളുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ആളുകളെ നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് മറ്റു പല രാജ്യങ്ങളിലും ഇപ്പം തന്നെ 10 വർഷം അല്ലെങ്കിൽ 14 വർഷം മുമ്പുള്ള മലയാള സിനിമയിൽ നമ്മൾ ഒരു സൗന്ദര്യം കൂട്ടുക എന്ന് കോട്സിൽ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള മേക്കപ്പ് ഇടാതെ ഒന്നും ആക്ടേഴ്സ് നമ്മൾ കാണില്ലായിരുന്നു പലപ്പോഴും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉത്തരം പറയാണ്. അപ്പം ഞാനൊക്കെ പണ്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന് നമുക്കറിയാം ആ രീതിയിലുള്ള, അതായത് നമ്മുടെ എന്താ പറയുക ഭയങ്കരമായിട്ട് കണ്ണെഴുതി പൊട്ടൊന്നും ഇടണ്ട ആ സീനിൽ നമുക്ക് തോന്നും. അതിന് മേക്കപ്പ് ആ രീതിയിലുള്ള മേക്കപ്പ് വേണ്ട. മേക്കപ്പിൻ്റെ അർത്ഥം പലപ്പോഴും മലയാളികൾ ഈ പറഞ്ഞ പോലെ എന്തോ വെളുപ്പിക്കാനുള്ളതെന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തോ അങ്ങനെയൊക്കെ. അപ്പോൾ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. മേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് അപ്പ് ടു ദാറ്റ് ക്യാരക്ടർ. ഒരു ആക്ടറിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടതല്ലാത്തത് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് വരിക, അപ്പോഴും ഐലൈനർ ഇട്ട് തരിക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് ഞാനിങ്ങനെ പറയും ഇതിനിപ്പോൾ ഇത് വേണോ? ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആൾ പറയും
ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, എല്ലാ സീനിലും നമ്മളെല്ലാം ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണ പോലെ ഇരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ കഴിഞ്ഞൊരു 10-14 വർഷമായിട്ട് വരുന്ന മലയാള സിനിമകളിൽ നോക്കുമ്പോൾ കൊമേഴ്സ്യലി ഇറങ്ങുന്ന സിനിമകളിലാണെങ്കിലും ആവശ്യമില്ലാത്ത തരം മേക്കപ്പുകൾ ചെയ്യില്ല. പരമാവധി ആ സന്ദർഭത്തിനും ആ ക്യാരക്ടറിനും വേണ്ടുന്ന മേക്കപ്പാണ് ഇപ്പോൾ കുറേ നാളായിട്ട് മലയാള സിനിമയിൽ എടുത്തു കാണാവുന്നൊരു വ്യത്യാസം. ഈ വ്യത്യാസം പണ്ട് ഉൾക്കൊള്ളില്ല എന്നായിരുന്നു കൊമേഴ്സ്യലി ഉള്ള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പറഞ്ഞിരുന്നത്. അവർ പറയും അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ കാണാൻ കൊള്ളില്ല, അപ്പോൾ പിന്നെ അത് ശരിയാവില്ല, അതുകൊണ്ടത് വേണം. ആ മാറ്റം ഇപ്പോൾ ഉണ്ടായല്ലോ. അതുപോലെ ആഖ്യാന രീതിയിലും കഥയുടെ പല അഭിനയ ശൈലിയിലും ഒക്കെ ഉള്ള മാറ്റങ്ങൾ ചെറുതായിട്ട് ഒരു മുഖ്യധാര സിനിമയിൽ കൊണ്ടുവന്നാലും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് ചിലപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ടും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് കാണാനുള്ളൊരു, നമ്മൾ ആസ്വാദകരെയും പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് പതുക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതങ്ങനെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പെട്ടെന്ന് സഡനായിട്ട് ഉണ്ടെന്ന ആളുകൾക്ക് ചിലപ്പം അത് വിജയിക്കാൻ ചിലപ്പോൾ വിജയിക്കില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു റിസ്ക് തന്നെയാണ് എപ്പോഴും. ഈ ക്യാനിൽ പോയി തിരിച്ചു വരുന്നു, ഇത്രയും വലിയൊരു ഒരു സ്ഥലത്തെത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്. മലയാള സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അപ്രിസിയേഷൻ കോളുകൾ വന്നത് എവിടെ നിന്നാണ്? നമ്മൾ പ്രതീക്ഷിക്കാത്ത കോളുകൾ വല്ലതും ഇല്ല, അങ്ങനെ കോൾ ഒന്നാമത് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് നമ്മൾ അവിടെ ആയിരുന്നു, ഞാൻ ഫോൺ പോലും കൊണ്ടുനടന്നില്ല എൻ്റെ കയ്യിൽ. ആ 2-3 ദിവസം ഉണ്ടാവില്ല. ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് ഫോൺ. അപ്പം പിന്നെ ഷൂട്ടിലായിരുന്നു, നേരെ തിരിച്ച് വന്നിട്ട് നേരെ ഷൂട്ടിലേക്കാണ് പോയത്. അപ്പം ഷൂട്ടിന് ഇടയ്ക്ക് ഏതെങ്കിലും ഫോൺ എടുത്തെങ്കിലായി, അല്ലാത്ത ഫോണൊക്കെ മിസ്ഡ് കോളുകളായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ആരാ വിളിച്ചതെന്ന് ശരിക്കും അറിയില്ല. പക്ഷേ മെസ്സേജൊക്കെ അയച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വാട്സാപ്പോ അല്ലെങ്കിൽ SMS അയച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്നവരും അല്ലാതെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലെങ്കിൽ പാട്ടുകാർ, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ബോംബെ ജയശ്രീ. അവർ പണ്ട് അവർക്ക് ആക്ച്വലി ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇഷ്ടവും അല്ലെങ്കിൽ എൻ്റെ അഭിനയം ഒക്കെ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അവർ പണ്ടും എന്നെ അങ്ങനെ ഒരുപാട് നേരം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഒരുപാട് അങ്ങനെ ഒരു ആരാധന ഉള്ളത് കൊണ്ട് അവർ വിളിച്ചത് ഭയങ്കര കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില തമിഴിലും അല്ലെങ്കിൽ വേറെ സ്ഥലത്തും കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർ മെസ്സേജൊക്കെ അയച്ചിരുന്നു. അത് ഇപ്പം ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു അവാർഡിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരത്തിന് ശേഷം ഇനിയുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കനിയുടെ ഒരു കരിയർ നോക്കി എനിക്ക് 2003 21 വർഷം കഴിഞ്ഞു കനി ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എത്തിയിട്ട് അല്ലേ? 2003 കറക്റ്റ് ഓർമ്മയില്ല. 2003 ഞാൻ വിക്കിപീഡിയ സിനിമ അങ്ങനെ ആയിരിക്കും. നാടകം അതിന് മുമ്പ് 2000 എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കറക്റ്റ് അന്യർ എന്ന് പറയുന്ന സിനിമ എന്നാണോ എഴുതിയിരിക്കുന്നത്? 2002 ഷൂട്ട്. പക്ഷേ കാരണം 12th or 11th പഠിക്കുമ്പോഴാണ് എൻ്റെ ഷൂട്ട്. അതെനിക്കറിയാം. കാരണം പരീക്ഷയുടെ ഒരു തലേന്ന് എന്തോ ആയിരുന്നു എൻ്റെ ഷൂട്ട്. ആ ദിവസം ഒരു ദിവസം ഷൂട്ടായിരുന്നു. അപ്പോൾ അത് 11th ആണോ 12th ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ സിനിമ ഇറങ്ങിയതായിരിക്കും 2003. ഇപ്പം ഇത്രയും നീണ്ട ഒരു കരിയർ വരുന്നു, ഏറ്റക്കുറിച്ചിലുണ്ടാവും, ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നു, സീരിയസ് സിനിമകൾ അല്ലെങ്കിൽ വാണിജ്യപരമായ സിനിമകളിൽ അഭിനയിക്കുന്നു, എല്ലാ തരം സിനിമകളിലും ഉണ്ട്. അപ്പം ഇനിയുള്ള ഒരു കരിയറിന്റെ എന്തെങ്കിലും പ്ലാനിങ് ഇത്രയും നാൾ വന്നത് ഒരു പ്ലാൻ ചെയ്ത് പോയത്? ഒരു പ്ലാനും ഇല്ല. ഇനിയുള്ളത് എനിക്ക് ജീവിതത്തിലും പ്ലാനില്ല, കരിയറിലും പ്ലാനില്ല, ഒരു പ്ലാനില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടൊരു മറുപടി ഇല്ലില്ല, എനിക്ക് ശരിക്കും അങ്ങനെ പ്ലാൻ ഇല്ലാത്ത ഒരാളാണ്. ഒരു പ്ലാനും ഇല്ല. ഇല്ല. ഇപ്പം ഇതുവരെ സംഭവിച്ചതെല്ലാം ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി. എല്ലാ കാര്യത്തിനും ആണോ എന്നൊന്നും എനിക്കറിയില്ല. വർക്കിലൊക്കെ എന്തായാലും ഈ സിനിമയിലുള്ള അഭിനയത്തിനൊക്കെ വരുന്നിടത്ത് വെച്ച് അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ജീവിതത്തിലാണെങ്കിലും കൂടുതൽ കാര്യത്തിൽ ഞാൻ വരുന്നിടത്ത് വെച്ചിൻ്റെ ആളാണ്. ഇനി അല്ലാത്ത കാര്യങ്ങളും ഒരു സേവിങ് ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ സാമ്പത്തികമായിട്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കൊരു സാമ്പത്തിക ഭദ്രത ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ കുറേ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ വേറെ പുറത്തൊരു രാജ്യത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ജോലി പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ പാത്രം കഴുകാൻ നിൽക്കാം, അപ്പോഴും കുറച്ച് പൈസ കിട്ടും. എന്ത് ജോലിയും കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചുകൂടെ വികസിത രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലൊന്നുമില്ല, കിട്ടും. പക്ഷേ ഇവിടെയും അങ്ങനെയല്ല, എളുപ്പമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമല്ല. സ്ത്രീയുടെ സുരക്ഷിതത്വം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സുരക്ഷിതരായിരിക്കില്ല അവിടെ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പൈസ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൊന്നും ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ളവർക്ക് അസുഖം വരുമ്പോഴൊക്കെ നമുക്കത് ചിലവാക്കാനും ഒക്കെയാണ്. അങ്ങനത്തെ കാര്യത്തിൽ ഇപ്പം മുമ്പോട്ട് ചിന്തിക്കാത്ത ഒരാൾ ചിലപ്പോൾ ഫുൾ ചിലവ് ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. ഞാൻ ആ കാര്യത്തിലല്ല. ആ കാര്യത്തിൽ ഞാൻ സേവ് ചെയ്യുന്നൊരു സ്വഭാവമുള്ള ആളാണ്. പക്ഷേ അല്ലാതെ ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന ഇമോഷണലി ഉള്ള കാര്യങ്ങളാണെങ്കിലും
ഇപ്പോൾ വർക്കുമായിട്ടൊക്കെ ആണെങ്കിൽ വരുന്നത് പോലെ വരട്ടെ, അങ്ങനെയാണ്. ഇപ്പോൾ ഈ സാമ്പത്തികം അങ്ങനെ അതിൻ്റെ ഒരു ഭദ്രത പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂവിൽ കനി തന്നെ പറയേണ്ടായി, 3000 രൂപ അക്കൗണ്ടിലുള്ള സമയത്താണ് ബിരിയാണി കമ്മിറ്റ് ചെയ്യുന്നത്, അതിന് 70,000 രൂപ പ്രതിഫലം കിട്ടി. അപ്പോൾ അതിൻ്റെ പല എതിർപ്പുകളുണ്ടായിട്ടും നമ്മൾ അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിന് ഓൾറെഡി സംസാരിച്ചതുമാണ്. എതിർപ്പുകളുണ്ടായിട്ടും അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടായിട്ടും ആ സിനിമ ആശയപരമായിട്ട് എനിക്ക് ബിരിയാണി മാത്രമൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 2 or 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എനിക്ക് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ ഒരു സിനിമ മാത്രമൊന്നുമല്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്. അതിലും പറയാൻ ഉദ്ദേശിച്ചതാണ്. ശരിക്കും വിരലിലെണ്ണാവുന്ന 2 or 3 ഇനി 4 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അറ്റ്ലീസ്റ്റ് 3 സിനിമകൾ എൻ്റെ മനസ്സിൽ പോകണം. ആ 3 സിനിമ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും നാടകങ്ങൾ, ഇനി സിനിമയും പോട്ടെ, നാടകങ്ങളാണെങ്കിലും ചെയ്തിട്ടുള്ള എല്ലാ നാടകങ്ങളും ആശയപരമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആഖ്യാന രീതി അതുപോലെയാണ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തൊന്നുമല്ല. നാടകമാണെങ്കിലും അങ്ങനെ. കാരണം നടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാം കൊണ്ടും യോജിക്കുന്ന ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ കഥയോ അതിൻ്റെ ആശയം കൊടുക്കുന്നതൊന്നും എല്ലാം കൊണ്ട് നമുക്ക് ശരിയായിട്ട് തോന്നുന്നൊന്നും കിട്ടണമെന്നൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ആ ഒരു ഡയറക്ടറിൻ്റെ വിഷനിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ നാടകത്തിലാണെങ്കിലും അങ്ങനെ താല്പര്യമില്ലാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പൈസയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ലല്ലോ, അല്ലാത്തപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ. അത് നാടകത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല പൈസയെ കിട്ടിയിട്ടില്ല. ആകെപ്പാടെ 10 വർഷം നാടകം ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരിക്കൽ 1000 രൂപ കിട്ടിയത്. എന്നുവെച്ചാൽ നാടകത്തിന് അങ്ങനെ പൈസ ഇല്ല. 1000 രൂപ തന്നെ വലിയ കാര്യമായിരുന്നു എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ 10 വർഷം കൊണ്ട് അങ്ങനെയല്ല, 10 വർഷത്തോളം പൈസയെ മേടിക്കാതെ ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന ചേട്ടന്മാർ, പെയിൻറ് പണിക്ക് പോകുന്ന ചേട്ടന്മാരുണ്ട്, ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാരും, അതേസമയം വലിയ ജോലിക്ക് ഇരിക്കുന്ന ആളുകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ദിവസക്കൂലി കളഞ്ഞിട്ട് അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന ആൾക്കാരാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. അവർക്ക് ഈ നാടകം ഒരു മാസം കളിച്ചാൽ 300 രൂപയായിരിക്കും കിട്ടുന്നത്. ആ 300 രൂപയിൽ എനിക്ക് വീട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഭക്ഷണവും ഫുഡും എങ്കിലും ഉണ്ട്. അത്രയും പ്രിവിലേജ് ഉള്ള എനിക്കും ഇനി ഒരു 300 രൂപ വേണമെന്ന് ചോദിക്കണത് തന്നെ ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് ആ പ്രിവിലേജോ ഒരു പ്രായം വരെ ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വാടക കൊടുക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണത്തിന് ഞാൻ പോകേണ്ടി വന്നില്ല എന്നുള്ള അവസ്ഥ വരെ നാടകം കളിക്കാൻ ഓക്കെ ആയിരുന്നു. കാരണം പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്നുള്ളതുകൊണ്ട്. പക്ഷെ ഒരു സമയം, ഒരു ഏജ് കഴിയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ പൈസ കണ്ടെത്തണം, ഞാൻ തന്നെ വാടക കൊടുക്കണം, ഞാൻ തന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ നാച്ചുറലി. അപ്പോൾ എനിക്ക് നാടകത്തിൽ നിന്ന് മാത്രം ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അല്ലാണ്ട് സിനിമയിൽ അഭിനയിക്കാനും ഒരുപാട് പാഷൻ ഉണ്ടായിട്ടല്ല ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം പറഞ്ഞ ചോദ്യത്തിന് ആശയപരമായിട്ട് ബിരിയാണി മാത്രമൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ള. ഞാൻ പറഞ്ഞല്ലോ 2 or 3 സിനിമ ഒഴികെ എല്ലാ സിനിമയിലും എന്തിനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു തൊഴിൽ ആണിത്. ഈ തൊഴിൽ ഇപ്പം എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഏത് ജോലിക്ക് പോകുമ്പോഴും നമുക്ക് ഇത് മുഴുവൻ മനസ്സോടെ ചെയ്യാത്ത എത്രയോ മനുഷ്യരുണ്ടാവും. എത്രയോ മനുഷ്യർ എല്ലാ ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ അവരും ആ മനസ്സില്ലെങ്കിൽ അത് ചെയ്യുന്നു, അവരുടെ വേതനം മേടിച്ചിട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. വളരെ വളരെ അത് നമ്മുടെ ഇത് ചോയ്സ് ഇല്ലായ്മയാവാം. ഇപ്പം ഇവിടെ നല്ല സിനിമകളും ഉണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ ചിലപ്പം, അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് നല്ല രസമുള്ള സിനിമകൾ വരുന്നു. അതിനോടൊക്കെ അത്യാവശ്യം ആശയത്തിനോട് യോജിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല ടീമാണ്, എല്ലാം നല്ലതാണ് എന്ന് തോന്നുമ്പോഴും അത്രയും വന്നാലാണല്ലോ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുക. വരുന്നതെല്ലാം നമുക്ക് ഒരു ആശയവും യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഉള്ളതിൽ ഭേദം. പിന്നെ ഇത്തവണ ഒന്നും വന്നില്ല, ഇത് മാത്രമേ വന്നുള്ളൂ, എന്നാൽ പിന്നെ അത് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അടുത്ത അഞ്ജലി മേനോൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല, ഇത് ആളുകൾ പറയുന്നത് കണ്ടിട്ടുള്ള. പോസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? അതായത് സ്ത്രീ, അതിൻ്റെ ഒരു കോർ കണ്ടന്റ് ഇതാണ്: 1000 കോടി നേടിയ മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ അതാണ് ഒരു കണ്ടന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോടൊരു അങ്ങനെ ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പം അടുത്ത കാലത്ത് വന്നിരുന്ന ഹിറ്റായ സിനിമകളിലൊക്കെ ഈ പറഞ്ഞ അഞ്ജലി മേനോൻ അദ്ദേഹം പറഞ്ഞത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനോടൊരു ടേക്ക് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ആവേശം എനിക്ക് ഭയങ്കര എൻ്റർടൈൻഡ് ആയൊരു സിനിമയായിരുന്നു. ഫഹദ് ഫാസിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആളുടെ. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ് ആളുടെ. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിലൊരു കിടിലം സ്ത്രീ കഥാപാത്രം ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ ഞാൻ ആ ജെൻഡറിൽ നിന്നുള്ള ആളായോണ്ടിരിക്കാം. പക്ഷേ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ട്രാൻസ് വുമൺ ഉണ്ട്, ട്രാൻസ് മാൻ ഉണ്ട്, നമ്മൾ ഒരുപാട് ജെൻഡേഴ്സ് ഉള്ള ഒരു ലോകമാണല്ലോ ഇത്. അവർക്കൊന്നും ഒരു കഥാപാത്രം എഴുതിയിട്ടില്ല. സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും ഒരു കഥാപാത്രം കിട്ടുന്നുണ്ട്. അല്ല, ഞാൻ പറയുവാണ്. അങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി ആ രീതിയിൽ ആണുങ്ങളെക്കാളും കുറച്ചും കൂടി കഥാപാത്രങ്ങൾ കുറവ് കിട്ടുന്ന ആളുകൾ സ്ത്രീകളായിട്ട് തോന്നിയിട്ടുണ്ട്. മലയാള സിനിമ എടുത്താലും എനിക്ക് തോന്നുന്നു 80s 90s ആ സമയത്തൊക്കെ ഇപ്പം ഉർവശി മാമിനൊക്കെ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിലെയും ചില കഥകളെടുത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റും പാട്രിയാർക്കിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉള്ളപ്പോഴും
അപ്പോഴും ഒരു നടിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് ഇതെല്ലാം ഒന്നൊന്ന് മാറ്റാൻ പറ്റില്ല, എല്ലാം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെയെങ്കിലും പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉള്ളത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-24 വർഷത്തിൽ എനിക്കങ്ങനെ ചില സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായികയായിട്ട് വരുന്നവരുടെ കാര്യമായിട്ട് മെയിനായിട്ട് പറയുന്നത്. അപ്പം നായികമാരായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ ഈടയിലെ നിമിഷയ്ക്ക് കൊടുത്ത കഥാപാത്രം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. രാജിത്തേട്ടൻ നന്നായിട്ട് അത് എഴുതുന്ന ആ ഒരു നല്ലൊരു കഥാപാത്രം കിട്ടിയെന്നൊക്കെ തോന്നുന്ന അങ്ങനെ ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ എനിക്കും ഹായ് എന്ന് തോന്നുന്നത്. പക്ഷേ ഒരു പെർഫോം ചെയ്യാനൊക്കെ ഉള്ളൊരു നായിക അപ്പോഴും ഇപ്പം ആ രീതിയിൽ എത്രത്തോളം എഴുതപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഇപ്പോൾ ഒരു സ്ത്രീകളുടെ ഒരു ലോകം, അവരുടെ തമാശ, അങ്ങനെ കുറേ കാര്യം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇവിടുത്തെ എഴുത്തുകാർ എഴുതുന്നില്ലേ? ഇല്ലേ? ഇതൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി അപ്പോഴും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരൊന്നും ഇതിൽ അഭിനയിക്കാൻ തന്നെ വരുന്നില്ല. നേരത്തെ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് സംസാരിച്ചില്ലേ, അതായത് അപ്പോഴും ഇവിടെ ഉള്ള ഒരു പ്രത്യേക രീതിയിൽ കാണാൻ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം സ്കിൻ ടോണുകളും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോഴും നായികമാരായിട്ട് വരുന്നത്. അതും ഒരു സ്കിൻ ടോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമായിട്ടും അല്ല ഇരിക്കുന്നത്. ഒരു 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 ജനത തന്നെ അതിന്ന് ഇല്ലാത്ത പോലെ, ഇപ്പം PK റോസിനെ ആട്ടിപ്പായതിനു ശേഷം ഒരു ജനത അവിടെ ഇല്ല എന്ന് തോന്നും. അതെന്താ അവർക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല, എന്താ അവരൊന്നും ഒരിക്കലും കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അഭിനയിക്കുന്ന സ്ഥലത്തേക്ക് വരാത്തതെന്ന് ഉണ്ടല്ലോ. അപ്പം ആ രീതിയിൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഓൾറെഡി എന്തായാലും ഉണ്ട്. നമ്മളൊന്നും വിളിക്കുന്നില്ല എന്ന് പറയുന്നു, ചിലരൊന്നും ആ ഭാഗത്ത് തന്നെ വന്നിട്ടില്ല, അവിടെയൊക്കെ കയറിട്ട് വേണമല്ലോ വിളിക്കുന്നില്ല എന്ന് പറയാൻ. വിളിക്കുന്നില്ല എന്ന് പറയാൻ തന്നെ ഒരു പ്രിവിലേജ് വേണം, മനസ്സിലായോ? അപ്പം അത്രയും ഒരു അവസ്ഥയിലാണ്. അപ്പം ഉറപ്പായിട്ടും എഴുതുന്നില്ല കഥാപാത്രങ്ങൾ ഉള്ളവർ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ മാത്രമേ സിനിമയിൽ അഭിനയിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നുള്ളൂ എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ട്. ഇപ്പം അഞ്ജലി മാം അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇപ്പം ഇത്തവണ ഉണ്ടായ ആ 2 സിനിമയെ വെച്ച് ഞാൻ പറയില്ല, കാരണം ചില കഥകൾക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഒരു ക്രിയേറ്റർ ഒരു കാര്യം എഴുതുന്ന സമയത്ത് അതിനാവശ്യമില്ലെങ്കിൽ നമുക്ക് അതിൽ കുത്തിക്കയറ്റണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരുപാട് മലയാള സിനിമകൾ ഒരു വർഷം ഇറങ്ങുന്നതിൽ ഏതെങ്കിലുമൊക്കെ സിനിമകളിലെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമല്ലോ. എല്ലാത്തരം ജെൻഡർ ഉണ്ടാവണമെന്നും എല്ലാത്തരം മനുഷ്യരുണ്ടാവണമെന്നും എല്ലാത്തരം നായികമാരും ഒക്കെ ഉണ്ടാവണം നമുക്ക് തോന്നില്ലേ? ആ ഒരു രീതിയിൽ നോക്കുമ്പം നായകന്മാർ മാത്രമേ ഒരു വൈവിധ്യതയൊക്കെ കാണുന്നുള്ളൂ, ബാക്കിയൊന്നും അധികം കാണാറില്ല. അതന്നെ ചിരിച്ചോണ്ടാണ് പറഞ്ഞെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടൊരു പോയിന്റാണ് അത് പറഞ്ഞത്. ഇപ്പോൾ മൈത്രേയൻ സാർ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്. ജയശ്രീ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ. അപ്പം അവരുടെ ഒരു മകൾ എന്നുള്ള രീതിയിൽ നോർമൽ ഒരു തോട്ട് പ്രോസസ് അല്ല അവർ പോകുന്ന, വളരെ അഡ്വാൻസ് ആയിട്ടുള്ള, നമുക്ക് അസൂയ തോന്നുന്ന രീതിയിലാണ് അവരുടെ സംസാരങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ. അല്ല, അവരുടെ കാഴ്ചപ്പാടുകൾ വേറിട്ട് നിൽക്കുന്ന കാഴ്ചപ്പാടുകളാണ്. ശരിക്കും അവരുടെ ഒരു മകൾ എന്നൊരു രീതിയിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് കനിയുടെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ കനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? എനിക്ക് തോന്നുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു തോന്നുന്നു, അഡ്വാൻറ്റേജ് ഒക്കെ. അല്ലല്ല, അത് പാരമ്പര്യയുടെ പേര് ഒരു കാര്യമില്ലല്ലോ. അവർ വളർത്തുക എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്നതല്ല. വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആളുണ്ടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള മൂല്യങ്ങളാണ് വളർത്തുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ജന്മനാ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗുണമൊന്നുമല്ലോ. അതിപ്പോൾ ചിലപ്പോൾ മൈത്രന്റെ ശേഷിയുടെ അപ്പന്മാരുടെ അടുത്തൊന്നും അവർക്ക് കിട്ടിയതായിരിക്കും, അവരുടെ അടുത്തൊന്നും എനിക്ക് കിട്ടിയതായിരിക്കും. അതിൽ അവർക്കൊരു കഴിവില്ല. എന്നാ പിന്നെ അവരുടേതായിട്ടുള്ള ചിന്തകളിൽ നിന്ന് എന്നെ വളർത്തിയപ്പം അതൊക്കെ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുള്ള വാല്യൂസൊക്കെ തന്നെ എനിക്കുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു ക്ഷമിക്കാനുള്ള കഴിവ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പൊതുവേ ആളുകൾ ക്ഷമിക്കാത്ത കാര്യങ്ങളില്ലേ, പൊതുവേ മനുഷ്യർ ചിലത് ക്ഷമിക്കാത്ത കാര്യങ്ങളുണ്ട്. അതെനിക്ക് പക്ഷെ വളരെ ഈസി ആയിട്ട് എനിക്ക് ആളുകളെ എടുക്കാൻ പറ്റും, മറ്റു മനുഷ്യരെ ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. എന്തെങ്കിലും അവരങ്ങനെ പെരുമാറിയാലും ഞാനത് പോട്ടേന്ന് വെക്കും പലപ്പോഴും. അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കുന്നതല്ല, അത് പറഞ്ഞിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും അത് പെട്ടെന്ന്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞ ആർട്ടിക്കുലേഷൻ കറക്റ്റാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ അഭിനയിക്കുന്നതിനോട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അത് എല്ലാ ആക്ടേഴ്സും ചെയ്യാറുണ്ട്. എനിക്ക് പക്ഷേ അത് തോന്നിയിട്ടുണ്ട് അവർ അവിടേക്ക് എത്തുന്ന കുറച്ച് സമയം എടുത്തിട്ടാണ്. അതായത് ചിലപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമയിൽ അവർക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവരും എത്തും, കാരണം നമ്മളുടെ ജോലി ഇതാണ്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലേറ്റായിട്ട് അങ്ങനെ പല നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ തളർത്തുന്ന അവസ്ഥകൾ ഒരു ഷൂട്ടിനിടയിൽ ഉണ്ടാവാം. അപ്പോൾ പാഷനുള്ള ആക്ടേഴ്സ് ആദ്യമേ അത് ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ അല്ലാത്ത ആക്ടേഴ്സ് ആണെങ്കിലും കുറച്ച് സമയം. എനിക്ക് തോന്നുന്നു എനിക്ക് പാഷനൊന്നും അഭിനയിക്കാനില്ലായിരുന്നിട്ട് പോലും അതുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു
ഈ ആ ഒരു വളർത്തുന്നതിനകത്തുണ്ടായിരുന്ന ഒരു എവിടെ പോയാലും ജീവിക്കാൻ പറ്റണം എന്നുള്ളൊരു എങ്ങനെ എന്തിപ്പം എവിടെയാണെങ്കിലും എന്ത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ പ്രാപ്തമാക്കി തരുന്ന രീതിയിലാണ് അവരെ വളർത്തിയത്. ചിലപ്പം അതെന്നെ അങ്ങനെ സഹായിച്ചിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഇതാണ് ഇവരുണ്ടാക്കിയ വാല്യൂ, അതൊക്കെ മറ്റുള്ളവരല്ലേ. ഇപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ഏറ്റവും അടുപ്പമുള്ളവരാണ് പറയണത്, ഓ ഇവർ വളർത്തിയോണ്ടായിരിക്കും കനിക്ക് ഇതുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുമ്പോഴല്ലേ നമ്മൾ, അല്ലാണ്ട് ഞാനായിട്ട് പറയാൻ അത് എങ്ങനെയാണ് പറയണത് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ പറയുന്നതിനിടയിൽ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു പാഷൻ, അഭിനയം പാഷൻ അല്ലാതെ കനിയുടെ പാഷൻ എന്താണ് ശരിക്കും? ഡാൻസ്. പിന്നെ അതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് മാത്സും ഫിസിക്സും. എനിക്ക് അതോടെ ഞാൻ ചോദിച്ചാൽ കമ്പ്യൂട്ടർ എനിക്ക് കുറച്ചും കൂടെ ഏറ്റവും ഇഷ്ടം എനിക്ക് എപ്പോഴും സയൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ ലോകത്ത്. പഠിച്ച് നിർത്താൻ പറ്റ പാടെനിക്ക് അറിയുള്ളൂ. അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, ചിലത് ഒരു ഓവർവെൽമിങ്, അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല ഒരു ഫീൽ വരില്ലേ. അതുപോലെ എനിക്ക് ഇപ്പം മാത്തമാറ്റിക്കൽ തിയറം ഒരാൾ പറയുമ്പോഴും അനുഭവിക്കണ സിമിലർ ഇമോഷൻ എനിക്ക് ഉണ്ടാവുന്നത്. ഗൂസ് ബംസ് ആണെങ്കിലും വരുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഫിസിക്സിലൊരു തിയറി, ഇതെങ്ങനെ ഇവർ കണ്ടുപിടിച്ചിട്ട് ഓവർവെൽമിങ്. അതെനിക്ക് മ്യൂസിക്കിനും തോന്നാറുണ്ട്. ഞാൻ മാത്സിനും ഫിസിക്സിനും മാത്രമല്ല, മാത്സും ഫിസിക്സിനും ബയോളജിക്കും ജെനറ്റിക്സും വായിക്കുമ്പോൾ അതിനും, അതുപോലെ തന്നെ എനിക്ക് മ്യൂസിക്കിനും ഡാൻസിനും ഇതെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്സ് കാണുമ്പോൾ, എനിക്ക് വരയ്ക്കാൻ അങ്ങനെ അറിയത്തില്ല, പക്ഷെ പെയിൻറ്റിങ്സ് കാണുമ്പോഴും ഭയങ്കര ഒരു ഓവർ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ പോലും വരുള്ളൂ. സിനിമയിൽ തന്നെ തിരക്കഥ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരക്കഥയാണ് വായിക്കുമ്പോൾ അതിനോട് ഏറ്റവും സന്തോഷം വരുന്നത്. എഡിറ്റിങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അഭിനയം. കാണാനാണെങ്കിലും ഇനിയിപ്പോൾ കാണാനാണെങ്കിലും എനിക്ക് അഭിനയം അതും കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ചെയ്യാനാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് ആക്ടറാണ്. ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ, പക്ഷേ എനിക്ക് അത്ര കഴിവൊന്നുമില്ല. ഉള്ളത് വെച്ച് ഞാൻ പണിയെടുത്തിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര കുറവാണ് അഭിനയത്തിൽ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടേ അതുള്ളൂ, അതാ പറഞ്ഞത്. പക്ഷേ പതുക്കെ എനിക്കൊന്ന് 2000-ലെ നാടകം ചെയ്യാൻ തുടങ്ങിയോണ്ട് ചെയ്ത് ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടാണ് നമ്മളൊരു സാധനം പതുക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് അത് കുറച്ചും കൂടെ ഒരു അഭിനയത്തിനോടൊരു ഇഷ്ടം തുടങ്ങിയത്. നാടകം ചെയ്യുമ്പോഴും നാടകത്തിനെ മൊത്തത്തിലാണ് ഇഷ്ടം, അല്ലാണ്ട് ഒരു അഭിനയം എന്നുള്ളതല്ല. നാടകത്തിൽ പോലും ഞാൻ പുറത്ത് പഠിക്കാൻ പോയത് പോലും മറ്റേ മുഖം കൊണ്ട് അഭിനയിക്കുന്നതാണ്. ഞാൻ പപ്പട്രി, പിന്നെ മാസ്ക് വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അല്ലാണ്ട് നമ്മുടെ ശബ്ദവും എന്താ പറയുക, നമ്മുടെ ശബ്ദം പറയണില്ലേ, ശബ്ദം വേണം, നമ്മുടെ ഒരു മുഖം കൊണ്ടുള്ള അഭിനയില്ലേ, ഈ ഒരു എക്സ്പ്രഷൻസ് കാണിക്കുക, അതെനിക്ക് ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സംഗീതം കേൾക്കുമ്പോഴും അതൊക്കെ ഓക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു ഫീലിംഗ്. പക്ഷേ ഈ കണക്ക് പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോഴും അതേ ഫീൽ വരുന്നത് എനിക്ക് അത്ഭുതമാണ്. അതെങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? അല്ല, അങ്ങനെയുള്ള വേറെ ആൾക്കാരെ എനിക്കറിയാം. എല്ലാവർക്കും ചിലപ്പോൾ ഇല്ലായിരിക്കും. മ്യൂസിക് കേൾക്കുമ്പോൾ ഒന്നും തോന്നാത്ത ആൾക്കാരില്ലേ, ടോൺ ഡെഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ചിലർക്ക് ഒന്നും ഇതിപ്പം എന്ന് തോന്നും, കുറവാണ് ആൾക്കാർ, പക്ഷെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. പഠിക്കുന്ന സമയത്ത് കണക്കൊക്കെ എളുപ്പമായിരുന്നു? കണക്ക് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ശ്രദ്ധയില്ലാണ്ട് തെറ്റിക്കുന്നല്ലാണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് കണക്ക്. അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കനിയിൽ നിന്ന് ഇനിയൊരു ഡയറക്ഷൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? ഇല്ല, അത് നരച്ചു പോകും നമ്മൾ. അത്രയും പണിയുണ്ടോ അതിന്? ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കനിയിൽ നിന്ന് ആക്ട്രസ് എന്ന് പറഞ്ഞ അപ്പുറം ഇല്ല. എനിക്ക് തിരക്കഥയോടൊരു താല്പര്യമുണ്ട്. ഇല്ല, ആക്ച്വലി എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ ഒരു സ്ക്രീൻ പ്ലേ, അത് സംഭാഷണം, കഥ എന്നുള്ളതാണ് കൂടുതൽ എഴുത്ത് വരുന്ന സ്ഥലം. പക്ഷേ സ്ട്രക്ചറലി തിരക്കഥ ചിലപ്പം എഴുതാനോ അല്ലെങ്കിൽ അതിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതല്ലാതെ എഡിറ്റിങ്ങിനോടൊരു ഇഷ്ടം ഉണ്ട്. സംവിധാനം ചെയ്യാനൊന്നും ഞാൻ അങ്ങനെ, അതൊക്കെ നല്ല പണിയാണ് ശരിക്കും. എന്ന് വെച്ചാൽ നല്ല മനഃശക്തിയും ഒരുപാട് ക്ഷമയും പിന്നെ അത്രയും പാഷനൊക്കെ അതിനോട് വേണം. അതൊന്നും എനിക്കില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും 21 വർഷത്തെ യാത്ര, സിനിമയിലുള്ള മാത്രമുള്ള യാത്ര ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയും മുമ്പോട്ട് അങ്ങോട്ട് വിജയങ്ങൾ വരട്ടെ. തുടർന്നെല്ലാം പ്രഷർ തരരുത്. ഒരു വിജയം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. താങ്ക് യു.